നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വേനൽക്കാലമായെങ്കിലും അന്തരീക്ഷ ചൂട് പിടിച്ചു തുടങ്ങി. ചൂട് കാരണം വീടിന് പുറത്തു പോലും ഇറങ്ങാൻ മടിയായി തുടങ്ങിയിട്ടുണ്ട്. ചൂട് സമയത്ത് നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തണുത്ത ആഹാരങ്ങൾ കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും നമ്മൾ ശീലിക്കണം. നിർജ്ജലീകരണം. ജലാംശം നഷ്ടമാകുന്നത് പ്രധാന ഭീഷണിയാണ്. നിർജ്ജലീകരണം മരണത്തിന് വരെ കാരണമാകും. കഠിനാധ്വാനത്തിലൂടെയും മറ്റും വലിയ തോതിൽ ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടമാകും. മൂത്രാശയക്കല്ല് ഉൾപ്പെടെ രോഗങ്ങൾക്കും ജലാംശം നഷ്ടമാകുന്നത് കാരണമാകും. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കുക. ഈർപ്പം നഷ്ടപ്പെടുമ്പോൾ ചുണ്ടിലെ ചർമ്മം വരണ്ടു പൊട്ടുകയും ചൂടുകുരു ഉൾപ്പെടെ ചർമ്മരോഗങ്ങളും ഉണ്ടായേക്കാം. സൂര്യാഘാതം. തുറസായ സ്ഥലത്തെ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ ഒഴിവാക്കുക. സൂര്യാഘാതം സംഭവിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കണം. ചൂടേറിയ സമയത്ത് കുട്ടികളെ വെയിലിൽ നിന്ന് അകറ്റി നിർത്തുക. കുട, തൊപ്പി തുടങ്ങിയവയൊക്കെ കരുതി വേണം പുറത്തിറങ്ങാൻ. ചുവന്ന തടിപ്പോ പൊള്ളലോ കണ്ടാൽ വെയിലത്ത് നിന്ന് തണലത്തേക്ക് മാറുക. തണുത്ത വെള്ളം ധാരാളമായി ഒഴിച്ച് ശരീരം തണുപ്പിക്കുക. ചൂടുകാറ്റ് നേരിട്ട് ഏൽക്കാതിരിക്കാൻ ബൈക്ക് യാത്രക്കാരും ശ്രദ്ധിക്കണം. പകർച്ചവ്യാധികൾ. ചെങ്കണ്ണ അടക്കം നിരവധി പകർച്ചവ്യാധികൾ വേനൽക്കാല രോഗങ്ങളാണ്. കുടിവെള്ള മാലിന്യത്തിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങളും ചെറുതല്ല. ചിക്കൻ ബോക്സ്, മഞ്ഞപ്പിത്തം, കോളറ അടക്കമുള്ള മാരക രോഗങ്ങളും വേനൽ വില്ലനായി എത്തിയേക്കാം. രോഗം പടരാനുള്ള സാഹചര്യങ്ങൾ കർശനമായി ഒഴിവാക്കുക. ശുദ്ധീകരിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. രോഗികൾ ശ്രദ്ധിക്കുക. കടുത്ത ചൂട് രക്തത്തിലെ ഗ്ലൂക്കോസ് നിരക്കിനെ സ്വാധീനിക്കുമെന്നാണ് UK ഗവേഷകരുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളും ഹൃദ്രോഗികളും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചൂടിൽ ഇൻസുലിൻ പോലുള്ള മരുന്നുകളുടെ പ്രവർത്തനക്ഷമത നഷ്ടമാകാം. അതുകൊണ്ട് മരുന്നുകൾ സൂക്ഷിക്കുന്നതിൽ പ്രത്യേക കരുതൽ വേണം. ഭക്ഷണം. വേനൽക്കാലത്തെ ഭക്ഷണവും വെള്ളവും പ്രത്യേക ക്രമത്തിലുള്ളതാകണം. മധുരമുള്ള കുപ്പിയിലടച്ച പാനീയങ്ങൾ നിർജ്ജലീകരണം കൂട്ടാൻ സാധ്യതയുണ്ട്. പഴങ്ങൾ, സാലഡുകൾ, മസാല കുറഞ്ഞ ഭക്ഷണങ്ങൾ എന്നിവയാണ് ഉത്തമം. കഞ്ഞിവെള്ളം, കരിക്കിൻ വെള്ളം തുടങ്ങിയവയും ആരോഗ്യ പരിപാലനത്തിന് നല്ലതാണ്.